സ്വർഗത്തിന്റെ പതിപ്പായി തീർന്ന നമ്മുടെ ജീവിതം, അത് സ്വർഗം ആഗ്രഹിക്കുന്ന ജീവിതം. ഈ ഒരു കൃപയിലേക്ക് വളരുവാൻ ജീവിതങ്ങളെ എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പോരായ്മകളെയും എല്ലാ അയോഗ്യതകളെയും ദൈവസന്നിധിയിലേക്ക് മാറ്റി. നിനക്ക് എൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാക്കുന്നത്. 12-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ ഓരോ ശ്രീമായിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ബലഹീനതകളിലേക്ക് ഫലം പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒഴിച്ചു കൊടുത്ത പച്ചവെള്ളത്തിന് അവൻ്റെ ആശീർവാദം ആ പച്ചവെള്ളത്തിൽ പുതിയൊരു രുചി, പുതിയൊരു നിറവും പുതിയൊരു സുഗന്ധവും നൽകി. അവസാനം വരെ നല്ലത് വിളമ്പുന്ന കൃപാവരവും ഇതെന്താകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊടുത്ത പരാതിയുടെ അച്ചപ്പത്തിൻ്റെ മേൽ അവൻ്റെ ആശീർവാദം അഭിഷേകമായി ജ്വലിച്ചപ്പോൾ, പങ്കുവെച്ചു കൊടുത്തപ്പോൾ സ്വീകരിച്ചവർക്ക് സംതൃപ്തിയും കൊടുത്തവന് സമൃദ്ധിയും നൽകുന്ന അഭിഷേകം അവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ. പരാതികളേറെയുണ്ടെങ്കിൽ പരാതികളെ പരിഹരിച്ച് സമൃദ്ധിയും സംതൃപ്തിയും നൽകുന്ന തമ്പുരാന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. കൽവരടി പോൽ വക്കോളം നീറച്ചു ഞാനും ഈ പച്ചവെള്ളം വാഴ്ത്തിടുമ്പോ മേത്തരമീയാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമ്പോ മേത്തരമീയാക്കുമോ. അവന്റെ ആശീർവാദം പുതിയ ഒരു കൃപയായിട്ട് 92-ാം സങ്കീർത്തനം 10-ാം വചനം പറയുന്നു, അവിടെ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പനെ പോലെ ഉയർത്തി ഒരു പുതിയ തൈലം എൻ്റെ ശിരസിൽ ഒഴിച്ചു. ദൈവീകതയുടെ ആധികാരികതയെ അവിടെ അഭിഷേകം ചെയ്ത് ഉയർത്തി ഓരോ നിമിഷവും പുതിയ കൃപയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ ചൈതന്യം ദൈവങ്ങളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇരുകരങ്ങളെയും സ്വർഗത്തോടെ ഉയർത്തി അധരം തുറന്ന് ഹൃദയപൂർവ്വം നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധ ജനത്തിനുള്ളതാകും